പഞ്ചായത്ത് ഇലക്ഷൻ്റെ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. ഒന്നാം ഘട്ടം 9 ഡിസംബറിലാണ് നടന്നത്. രണ്ടാമത്തെ ഘട്ടമാണെങ്കിൽ 11 ഡിസംബറിലാണ് നടന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് 67.47, കൊല്ലത്ത് 70.35, പത്തനംതിട്ടയിൽ 66.78, ആലപ്പുഴ 73.80, കോട്ടയത്ത് 70.86, ഇടുക്കിയിൽ 71.78, എറണാകുളത്ത് 74.57% പോളിംഗ് ഉണ്ട്. പിന്നെ അർബൻ മേഖല നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 58.29, കൊല്ലം 63.35, കൊച്ചി 62.44. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ 78%, മലപ്പുറത്ത് 77%, കോഴിക്കോട് 76%, കണ്ണൂർ 76%, പാലക്കാട് 25%, കാസർഗോഡ് 24%, തൃശ്ശൂർ 22%മാണ് പോളിംഗ് ശതമാനം. ഇത് ശ്രദ്ധിക്കേണ്ടത് വയനാട്ടിൽ മലപ്പുറത്തേക്കാളും പോളിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 2 ഫേസും കൂടെ നോക്കുകയാണെങ്കിൽ 73.5% വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2020 ഇത് 76.2 ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ ആർക്ക് ഗുണമാകും? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ പോളിംഗ് ശതമാനം കുറഞ്ഞ LDFനാണ് സാധ്യത കൂടുതൽ വരേണ്ടത്. അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ. പോളിംഗ് ശതമാനം കൂടിയാൽ UDFനും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് BJP എന്നൊരു മൂന്നാം ശക്തിയും കൂടെ ഉണ്ട്. പണ്ട് LDF അല്ലെ UDF എന്ന് 2 ത്രയങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒരു ഇലക്ഷൻ. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് ഏകദേശം മനസ്സിലാവും. മാത്രമല്ല 5 വർഷം കഴിഞ്ഞ് സർക്കാരും മാറും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആദ്യമായി പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം ലഭിക്കുന്നു 2021. 2026 മാർച്ചിൽ വീണ്ടും ഇലക്ഷൻ വരികയാണ്. BJP എന്നൊരു ഫാക്ടറോട് നമുക്ക് ആര് ജയിക്കുമെന്ന് പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും BJP 6 വോട്ട് പിടിക്കുന്നു. അതനുസരിച്ചാണ് ഒരാളുടെ വിജയവും പരാജയവും. ഇപ്പോൾ BJP കൂടുതൽ കോൺഗ്രസ് വോട്ട് പിടിച്ചാൽ LDFന് വിജയിക്കാം, അല്ലെ LDF വോട്ടുകൾ കൂടുതൽ BJP പിടിച്ചാൽ UDFന് വിജയിക്കാം. പക്ഷേ കൂടുതൽ പിടിക്കുന്നത് UDF വോട്ടുകളാണ് BJP. അതിന് കാരണം LDFന് ഒരു കോർ വോട്ടുണ്ട്. ഇപ്പം മലബാറിലാണെങ്കിലും കണ്ണൂരിലൊക്കെ ആണെങ്കിലും LDFന് കുത്തുന്നത് LDFന് മാത്രമേ കുത്തത്തുള്ളൂ. അവർക്ക് ഏകദേശം ഒരു ഷുവർ സീറ്റ് 20-25 സീറ്റോളം ഉണ്ട്, അല്ലെങ്കിൽ 30 സീറ്റോളം ഉണ്ട്. ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഒരുപാട് സീറ്റുകൾ നമുക്ക് ഷുവർ സീറ്റുണ്ട് ഈ പഞ്ചായത്തിൽ. 10, 200, 150 സീറ്റോളം ഉണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും. അതുകൊണ്ട് കൂടുതലും ബാധിക്കുക കോൺഗ്രസിനെ തന്നെ ആയിരിക്കും. പിന്നെ ചില വിഷയങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഇടതുപക്ഷത്തിനെതിരായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ട്. ഒരു കോൺഗ്രസിനൊരു എഡ്ജ് ലഭിച്ചിരുന്നു, എന്നാൽ അവരത് കളഞ്ഞു കുളിച്ചു ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കാരണം. ശബരിമല സ്വർണ്ണപ്പാളി കത്തി നിൽക്കുകയായിരുന്നു. പക്ഷെ അവർക്കത് കൃത്യമായിട്ട് വിനിയോഗിക്കാനും സാധിച്ചില്ല. അതായത് കോൺഗ്രസ് പ്രതിപക്ഷത്ത് അവരത്ര പോരാ. അവർ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ ഒരിക്കലും അവർക്ക് ഭരണം കിട്ടില്ല. അവർ അത്ര പോരാ. അതായത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനോ അഴിമതി ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിലെല്ലാം പിന്നോട്ടാണ്. അതായത് നല്ല പ്രതിപക്ഷം ഉണ്ടായാലും നന്നായിട്ട് ഭരിക്കുകയുള്ളൂ. ഒരു നല്ലൊരു സർക്കാർ ഉണ്ടായാലും നല്ലൊരു പ്രതിപക്ഷവും വേണം. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതായത് വോട്ടർമാർക്ക് ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഒരേപോലെ എന്നൊരു ചിന്താഗതി തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരിയൊരു സാധ്യത LDFനുണ്ട്. കാരണം ഇരു പാർട്ടികൾക്കെതിരെ ആരോപണങ്ങളുണ്ട്. ഒരിടത്ത് സ്വർണ്ണപ്പാളിയാണെങ്കിൽ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം ഏകദേശം ടാലി തന്നെയാണ്. പിന്നെ BJP കുറേ സീറ്റുകൾ പിടിച്ചേക്കാം. ഇനി ബാക്കി ഇലക്ഷന് ശേഷം കാണാം. അപ്പോൾ 13 ഡിസംബറിനാണ് കൗണ്ടിങ്. അന്ന് നമുക്കറിയാൻ സാധിക്കും ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. പിന്നെ മറ്റൊരു കാര്യം, ചില മുൻ MLAമാർ EM അഗസ്തി ആണെങ്കിലും അനിൽ അക്കരെ ആണെങ്കിലും ഇവരെപ്പോലുള്ളവർ മത്സരിക്കുന്നുണ്ട്. EM അഗസ്തി കട്ടപ്പനയിലാണ്. അപ്പോൾ ഇവർ മത്സരിക്കുന്നതിനെക്കുറിച്ചും ഒരു എതിരഭിപ്രായമുണ്ട്. കാര്യം ഇവർ MLA ആയിട്ടിരുന്നതാണ്. അപ്പോൾ ഇവർക്കൊരു തോൽവി ഉണ്ടായാൽ അത് ഇവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം MLA ആയിട്ടിരുന്ന ഒരാൾ വാർഡിൽ മത്സരിച്ച് തോക്കുക എന്നൊക്കെ പറയുന്നത്, അത് ഒരു MLA ആയിരിക്കുന്ന ആൾ MP ആയിട്ട് തോറ്റാൽ കുഴപ്പമില്ല. പക്ഷെ വാർഡിലൊക്കെ വന്ന് തോക്കുക എന്നൊക്കെ പറയുന്നത്, അവർ തോക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ജയിച്ചേക്കാം തോറ്റേക്കാം. പക്ഷെ ഒരു റിസ്ക്കാണ് അവരെടുത്തത്. അവർ പുതുതലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടതായിരുന്നു.